ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണേ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നത്. ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ് എന്ന ടോപ്പിക്ക് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ക്യാമറയുടെ ക്ലാരിറ്റി പോയത്. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ നമ്മൾ 2 വീഡിയോയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അല്ലെ ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ടേബിൾ 4.7 സമ്മറി ഫ്രീഡം മൂവ്മെന്റ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്, ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്, നമ്പർ, നോമൻക്ലേച്ചർ ഓഫ് ദ റിഫോംസ് ആക്ട്സ്, ഇയർ, ഡ്യൂറിങ് ദ ടേം ഓഫ് സിഗ്നിഫിക്കൻസ്, നമ്പർ, നോമൻക്ലേച്ചർ ഓഫ് ദ റിഫോംസ് ആക്ട്സ്, ഇയർ, ഡ്യൂറിങ് ദ ടേം ഓഫ് സിഗ്നിഫിക്കൻസ്. 1. Prohibition of sati and female infanticide. 1829 Lord William Bentinck, supported by Rajaram Mohan Roy. Number, nomenclature of the Reforms Acts, year, during the term of significance. 2. Doctrine of Lapse, 1848 Lord Dalhousie, adoption of sons by rulers in the absence of their natural heirs was banned. 3. Indian Legislative Councils Act 1861 Lord Canning envisaged association of Indians with the administration at a higher level. 4. Ilbert Bill 1883 Lord Ripon to bring in Indian and European magistracy on equal footing. 5. Indian Councils Act 1892 Lord Lansdowne, membership of the Central Legislative Councils was enlarged. 6. Morley Minto reforms 1901 Lord Minto 2 separate electorates to widen the gulf between Hindus and Muslims. 7. Indian Councils Act 1909 Lord Minto 2. See Morley Minto reforms. അപ്പോൾ നമ്മൾ മോർലി മിൻറ്റോ റിഫോംസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ ദയവേതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സി മോർലി മിൻറ്റോ റിഫോംസ് എന്നുള്ളത്. അപ്പോൾ 7 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ലോർഡ് മിൻറ്റോ 2 സി മോർലി മിൻറ്റോ റിഫോംസ്. ഇതാണ് ടോപ്പിക്. മോർലി മിൻറ്റോ റിഫോംസ് 1909. മോർലി മിൻറ്റോ റിഫോംസ് 1909. Initiatives of Lord Morley and Lord Minto. Initiatives of Lord Morley and Lord Minto. In 1906, Lord Morley, the Secretary of State for Indian Affairs, announced in the British Parliament that this government wanted to introduce new reforms for India, in which the locals were to be given more powers in legislative affairs. With this started a series of correspondence between him and Lord Minto, the then Governor General of India. അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണത്. നയൻ പോയിന്റ്സ് വരുന്നുണ്ട്.
8 diarchy. 1990 Lord Chelmsford. Meaning dual system of government. See Rowlatt Act. 8 diarchy 1919 Lord Chelmsford. Meaning dual system of government. See Rowlatt Act. Rowlatt Act 1919. During the viceroyalty of Lord Chelmsford, a sedition committee was appointed by the government in 1918, headed by Justice Rowlatt, which made certain recommendations to curb seditious activities in India. The Rowlatt Act of 1919 gave unbridled powers to the government to arrest and imprison suspects without trial. The acts created anger among all sections of the society. Even before the act was passed, popular agitations had begun against it. Gandhi decided to fight against this act, and he gave a call for Satyagraha on 6 April 1919. He was arrested on 8 April. This led to further intensification of the agitation in Delhi. Ahmedabad and Punjab. The Rowlatt Act of 1919. Rowlatt Act of 1919. Jallianwala Bagh Massacre 1919. Lord Chelmsford massacre at Jallianwala Bagh in Amritsar by General Dyer. 10. Rowlatt Act 1919. Lord Chelmsford extraordinary powers were given to government to suppress the freedom struggle with General Dyer as the commandant. Extraordinary powers were given to government to suppress the freedom struggle with General Dyer as the commandant. 11. Simon Commission 1928 Lord Irwin. To report the working of the reforms recommended hierarchy in provinces. India to be constituted as a federation and the Indianization of armed forces. 11. Simon Commission 1928 Lord Irwin. To report the working of the reforms recommended hierarchy in provinces. India to be constituted as a federation and the Indianization of armed forces. 12. Gandhi-Irwin Pact 1931 Lord Irwin. Congresses called off the agitation and agreed to participate in the Second Roundtable Conference. 13. Communal Award 1932 Lord Wellington envisaged communal representation for depressed classes besides Hindus, Muslims and Sikhs. Envisaged communal representation for depressed classes besides Hindus, Muslims and Sikhs. 13. Communal Award 1932 Lord Wellington envisaged communal representation for depressed classes besides Hindus, Muslims and Sikhs. 14. Separate electorates 1932 Lord Wellington. See Communal Award. The Communal Award 1932. While Gandhi was arrested on his return from London after the Second Roundtable Conference, Ramsay MacDonald announced the Communal Award on 16 August 1932. Ramsay MacDonald announced the Communal Award on 16 August 1932. This was another expression of the age-old British policy of divide and rule. Besides containing provisions for representation of
Muslims, Sikhs, and Europeans. It envisaged communal representation of depressed classes also. The Communal Award 1932. 15. Government of India Act 1935. Lord Wellington provided for a federal type of constitution. 16. Cripps Mission 1942. Lord Linlithgow proposed dominion status for India after Second World War. 17. INA trial 1945. Lord Wavell. INA prisoners of war were tried at Red Fort, Delhi, and Jawaharlal Nehru defended them. 18. Wavell Plan 1945. Lord Wavell envisaged a constitution of executive council in such a way as to give representation to all major communities in India. 19. Cabinet Mission Plan 1947. Lord Wavell envisaged the establishment of Constituent Assembly to frame the Constitution. Envisaged establishment of Constituent Assembly to frame the Constitution. 19. Cabinet Mission Plan 1947. Lord Wavell envisaged establishment of Constituent Assembly to frame the Constitution. 20. Indian Independence Act 1947. Lord Mountbatten. India partitioned and attained independence. 20. Indian Independence Act 1947. Lord Mountbatten. India partitioned and attained independence. അപ്പോൾ നമ്മുടെ ക്ലാസ് അടുത്തത് ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. സി മോർലിമിൻഡർ റിഫോംസ്, സി കമ്മ്യൂണൽ അവാർഡ്, സി റൊവാലറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറെ വീഡിയോസായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസും കൂടി ദയവേതൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. കാരണം ഈ ടോപ്പിക്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ പറയണം എന്നുള്ളൂ. നമ്മളത് ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ടേബിൾ 4.9 സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കനിങ്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്. ടേബിൾ 4.9 സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കനിങ്, സോഷ്യോ religious movements. Table 4.9 social and cultural awakening, social religious movements. Table 4.9 social and cultural awakening, social religious movements. Year, place, name of the organization founder. Year, place, name of the organization founder. 1815 Calcutta, Atmiya Samaj, Ram Mohan Roy. 1828 Calcutta, Brahma Samaj, Ram Mohan Roy. 1829 Calcutta, Dharma Sabha, Radhakanda Dev. 1839 Calcutta, Tattva Bodhini Sabha, Debendranath Tagore. 1839 Calcutta, Tattva Bodhini Sabha, Debendranath Tagore. 1840 Punjab, Nirankaris, Dayaldas, Darbara Singh, Ratan Chand, etc. 1840 Punjab, Nirankaris, Dayaldas, Darbara Singh, Ratan Chand, etc. 1844 Surat, Manav Dharma Sabha, Durgaram Manjharam, Durgaram Manjharam. 1849 Bombay, Parama Hansa Mandli, the Boda
പെൻഡറുങ് 1849 ബോംബെ പരമഹൻസ മാൻലി ദഡോബ പാൻഡറുങ് 1857 പഞ്ചാബ് നംദാരിസ് റാം സിംഗ് 1861 ആഗ്ര രാധ സ്വാമി സാറ്റ്സാങ് തുളസിറാം 1861 ആഗ്ര രാധ സ്വാമി സാറ്റ്സാങ് തുളസിറാം 1866 കൽക്കട്ട ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ കേശബ് ചന്ദ്ര സെൻ 1866 ദിയോബന്ദ് ദർ അൽ ഉലാം മൗലാന ഹുസൈൻ അഹമ്മദ് 1866 ദിയോബന്ദ് ദർ അൽ ഉലാം മൗലാന ഹുസൈൻ അഹമ്മദ് 1867 ബോംബെ പ്രാർത്ഥന സമാജ് ഡോക്ടർ ആത്മാറാം പണ്ഡുരാഗ് 1875 ബോംബെ ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി 1875 ന്യൂയോർക്ക് USA തിയോസഫിക്കൽ സൊസൈറ്റി മാഡാമി HP ബ്ലവാഡ്സ്കി ആൻഡ് കോൾ HS ഓൾക്കോട്ട് മാഡാമി HB ബ്ലവാസ്കി ആൻഡ് കോൾ HS ഓൾക്കോട്ട് 1875 ന്യൂയോർക്ക് USA തിയോസഫിക്കൽ സൊസൈറ്റി മാഡാമി HB ബ്ലവാഡ്സ്കി ആൻഡ് കോൾ H ഓൾക്കോട്ട് 1878 കൽക്കട്ട സുധാറാം ബ്രഹ്മ സമാജ് ആനന്ദ് മോഹൻ ബോസ് 1884 പൂന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി GG അഗർകാർ 1886 അലിഗർഹ് മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സർ സയ്യദ് അഹമ്മദ് ഖാൻ 1886 അലിഗർഹ് മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സർ സയ്യദ് അഹമ്മദ് ഖാൻ 1887 ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് MG റാനഡെ 1887 ലാഹോർ ദേവസമാജ് ശിവനാരായൺ അഗ്നിഹോത്രി 1887 ലാഹോർ ദേവ സമാജ് ശിവനാരായൺ അഗ്നിഹോത്രി 1887 ലാഹോർ ദേവ സമാജ് ശിവനാരായൺ അഗ്നിഹോത്രി 1894 ലക്നൗ നാഡ്വാങ് അൽ ഉലാമ മൗലാന ഷിബ്ലി നുമാനി 1894 ലക്നൗ നാഡ്വാങ് അൽ ഉലാമ മൗലാന ഷിബ്ലി നുമാനി 1897 വേലോർ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ് 1905 ബോംബെ സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1909 പൂന സേവാ സദൻ മിസിസ് രാമബായി റാനഡെ ആൻഡ് GK ദേവദാർ 1909 പൂന സേവാ സദൻ മിസിസ് രാമബായി റാനഡെ ആൻഡ് GK ദേവദാർ 1911 ബോംബെ സോഷ്യൽ സർവീസ് ലീഗ് NM ജോഷി 1914 അലഹാബാദ് സേവാ സമിതി HN കുൻസ്രു. നമ്മൾ പറഞ്ഞത് ടേബിൾ 4.9 സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കനിങ് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് ക്ഷമിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതൊക്കെ വളരെ നല്ല ടോപ്പിക്കാണിത്. ഇനി നമ്മൾ പറയുന്ന ടോപ്പിക്സ് വലിയ ടോപ്പിക്കാണെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. ടേബിൾ 4.10 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പീരിയഡ് ഇവൻറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയൊരു ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ ഫുൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളപ്പോൾ ബാലൻസ് ഭാഗം അടുത്ത വീഡിയോയിൽ പറയും.
അപ്പോൾ നമുക്ക് നോക്കാം. ടേബിൾ 4.10 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ടേബിൾ 4.10 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. പീരിയഡ് ഇവൻറ്റ് സിഗ്നിഫിക്കൻസ്. BC 3000 1500 Indus Valley Civilization. 563 Birth of Gautama Buddha. Or 576 BC in some sources. BC 3000 1500 Indus Valley Civilization. 563 Birth of Gautama Buddha or 576 BC in some sources. 527 540 Birth of Mahavir Nirvana. 327 326 Alexander's invasion of India. It opened a land route between India and Europe. 313 Accession of Chandragupta Maurya according to Jain traditions. BC 3000 1500 Indus Valley Civilization. 563 Birth of Gautama Buddha or 576 BC in some sources. 527 540 Birth of Mahavir Nirvana. 327 326 Alexander's invasion of India. It opened a land route between India and Europe. 313 Accession of Chandragupta Maurya according to Jain traditions. Period event significance. 305 Defeat of Seleucus at the hands of Chandragupta Maurya. 305 Defeat of Seleucus at the hands of Chandragupta Maurya. 273 232 Ashoka's reign. 261 Conquest of Kalinga. 145 101 Reign of Elara, the Chola king of Sri Lanka. 58 Beginning of Vikrami era. AD. 78 Beginning of Shaka era. 120 Accession of Kanishka. 320 Commencement of Gupta era, the golden age of Hindu India. 320 Commencement of Gupta era, the golden age of Hindu India. 380 Accession of Vikramaditya. 405 411 Visit of Chinese traveler Fahian. 415 Accession of Kumaragupta first. 455 Accession of Skandagupta. 647 Harshavardhana's reign. 712 First invasion in Sindhu by Arabs. 836 Accession of King Bhoja of Kanuj. 985 Accession of Rajaraja the Chola ruler. 998 Accession of Sultan Muhammad. 1001 First invasion of India by Muhammad Ghazni, who defeated Jaipal, ruler of Punjab. 1025 Destruction of Somanath temple by Muhammad Ghazni. 1191 First Battle of Tarain. 1192 Second Battle of Tarain. 1206 Accession of Qutb-ud-Din Aibak to the throne of Delhi. 1206 Accession of Qutb-ud-Din Aibak to the throne of Delhi. 1210 Death of Qutb-ud-Din Aibak. 1210 Death of Qutb-ud-Din Aibak. 1221 Genghis Khan invaded India. Mongol invasion. 1221 Genghis Khan invaded India. Mongol invasion. 1236
accession of Razia Sultana to the throne of Delhi. 1240 Death of Razia Sultana. 1296 Accession of Alauddin Khilji. 1316 Death of Alauddin Khilji. 1325 Accession of Muhammad bin Tughlaq. 1327 Shifting of capital from Delhi to Daulatabad in Deccan by the Tughlaqs. 1327 Shifting of capital from Delhi to Daulatabad in Deccan by the Tughlaqs. 1336 Foundation of Vijayanagar Empire in the south. 1351 Accession of Firoz Shah. 1398 Invasion of India by Timur. 1469 Birth of Guru Nanak. 1494 Accession of Babur in Fargana. BC. 1497-98 First voyage of Vasco da Gama to India. Discovery of sea route to India via the Cape of Good Hope. 1526 First Battle of Panipat. Babur defeated Ibrahim Lodi. Foundation of Mughal dynasty by Babur. BC 1497-98 First voyage of Vasco da Gama to India. Discovery of sea route to India via the Cape of Good Hope. 1526 First Battle of Panipat. Babur defeated Ibrahim Lodi. Foundation of Mughal dynasty by Babur. Period event significance. 1527 Battle of Kanbaha. Babur defeated Rana Sanga. 1530 Death of Babur and accession of Humayun. 1539 Sher Shah Suri defeated Humayun and became India's emperor. 1555 Humayun recaptured the throne of Delhi. 1556 Second Battle of Panipat. 1565 Battle of Talikota. 1576 Battle of Haldigati. Rana Pratap defeated by Akbar. 1576 Battle of Haldigati. Rana Pratap defeated by Akbar. 1582 Din Ilahi founded by Akbar. 1600 East India Company established. 1605 Death of Akbar and accession of Jahangir. 1605 Death of Akbar and accession of Jahangir. 1606 execution of Guru Arjan Dev. 1606 execution of Guru Arjan Dev. 1611 Jahangir marries Noor Jahan. 1616 Sir Thomas Roe visits Jahangir. 1627 Birth of Shivaji and death of Jahangir. 1628 Shah Jahan becomes Emperor of India. Shah Jahan becomes Emperor of India. 1631 Death of Mumtaz Mahal. 1631 Death of Mumtaz Mahal. 1634 The English permitted to trade in India in Bengal. 1659 accession of Aurangzeb. Shah Jahan imprisoned. 1659 accession of Aurangzeb. Shah Jahan imprisoned. 1665 Shivaji imprisoned by Aurangzeb. 1666 Death of Shah Jahan. 1675 execution of Guru Tegh Bahadur, the 9th Guru of Sikhs. 1675 execution of Guru Tegh Bahadur, the 9th Guru of Sikhs. 1680
Death of Shivaji. 1707 Death of Aurangzeb. 1708 Death of Guru Gobind Singh. 1739 Nadir Shah invades India. Nadir Shah invades India. 1757 Battle of Plassey, establishment of British political rule in India at the hands of Lord Clive. 1761 Third Battle of Panipat, Shah Alam II becomes India's emperor. 1761 Third Battle of Panipat, Shah Alam II becomes India's emperor. 1764 Battle of Buxar. 1765 Clive appointed company's governor in India. 1765 Clive appointed company's governor in India. 1767-69 First Mysore War. 1780 Birth of Maharaja Ranjit Singh. 1780 Birth of Maharaja Ranjit Singh. 1780-84 Second Mysore War. 1784 Pitt's India Act. 1784 Pitt's India Act. 1790-92 Third Mysore War. 1793 The Permanent Settlement of Bengal. 1799 Fourth Mysore War. Death of Tipu Sultan. 1802 Treaty of Baisin. 1802 Treaty of Baisin. 1809 Treaty of Amritsar. 1809 Treaty of Amritsar. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ടേബിൾ 4.10 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയേക്കുന്നത് 1809 ട്രീറ്റി ഓഫ് അമൃത്സർ വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇത് തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോയിലും പറയുന്നത്, പീരിയഡ് ഇവന്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടേബിൾ 4.10 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഭാഗം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാണ്. ഇതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. ഏകദേശം കഴിയാറായി, എന്നാലും ഉണ്ട് അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട് കുറച്ചും കൂടി. ഇവിടെ വെച്ച് അവസാനിക്കാണ്. 1948 മഹാത്മാഗാന്ധി അസാസിനേറ്റഡ് January 30 ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നോർത്ത്. പിന്നെ ഇനി അടുത്ത ടോപ്പിക് വന്നത് ടേബിൾ 4.11 ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇതും അത്യാവശ്യം ഉണ്ട്. ക്ലാരിറ്റി ഒക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്യാമറ ക്ലാരിറ്റി ഒക്കെ. ഈ ടേബിള് 4.11 ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇതിൽ 46 വരുന്നുണ്ട്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കാണ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്.
ഇപ്പം 4.11 ടേബിൾ 4.11 ഇമ്പോർട്ടൻ്റ് ബാറ്റിൽസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് അടുത്ത വീഡിയോയിലെ ക്ലാസ് എടുക്കാനാവുള്ളൂ. പിന്നെ ഈ വിഭാഗത്തിൽ തന്നെ വരുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്റർനാഷണൽ മൂവ്മെന്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആൻസറൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് എന്തായാലും വീഡിയോയിൽ ചെയ്യും. അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഇന്റർനാഷണൽ മൂവ്മെന്റ് നല്ല വലിയ ചാപ്റ്റർ എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യണം എന്നുള്ളതും കൂടി പ്രത്യേകം പറയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1 ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിൽ ആൻസർ കറക്റ്റ് ആവണമെന്നില്ല, അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് ദയവേതൊന്ന് മനസ്സിലാക്കണം. വേറെ ഒന്നുമല്ല, മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കാം, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രത്യേകം വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലാസ്റ്റ് കറക്റ്റ് ആൻസർ എന്താ പറയുക സെറ്റ് ചെയ്തിട്ടും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് വേറെ പ്രത്യേക വീഡിയോ. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഇന്റർനാഷണൽ മൂവ്മെന്റ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്, ടോപ്പിക്സുകളൊക്കെ പറഞ്ഞ ടൈമിൽ തന്നെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, നമ്മൾ 2 വീഡിയോ ഒരു ദിവസമാണ് ചെയ്യണമെന്നുള്ള പ്രത്യേകത ഉണ്ട്. 2 വീഡിയോവും ഒരു ദിവസം തന്നെ നമ്മൾ അപ്ലോഡും ചെയ്യും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ CSETക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. നമ്മളത് രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താ പറയുക CSETക്ക് ചോദിക്കുന്നത് നമുക്ക് വിചാരിക്കാം. കാരണം നല്ലൊരു ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഒരുപാട് നമുക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ മൈക്ക് ഓഫായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ക്ലാസ് എടുത്ത ടോപ്പിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു CSET എക്സാമിന്. അപ്പം എല്ലാവർക്കും നല്ലൊരു CSET എക്സാം ആശംസിക്കുകയാണ്. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.